GHFിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ചെടി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇതേത് ചെടിയാണെന്നുള്ളത്. ഒരു ബിഗോണിയയുടെ ഒരു കളക്ഷനിലുള്ള ഒരു ചെടിയാണ്. ഇത് അത്യാവശ്യം കോമൺ ആയിട്ട് എല്ലാവർക്കും മുമ്പിൽ ലഭ്യമാകുന്നുണ്ട്. ബിഗോണിയയുടെ കളക്ഷനുകളുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് തരും. അപ്പോൾ അതേപോലെ തന്നെ എത്ര വെറൈറ്റികളുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഇതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പോട്ടി മിക്സർ എങ്ങനെ തയ്യാറാക്കാം എളുപ്പത്തിൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചെടി നടാൻ ആവശ്യമായൊരു ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനാവശ്യമായൊരു പോട്ടി മിക്സർ തയ്യാറാക്കാൻ വേണ്ടി മിക്സറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് ഒരു ഭാഗത്തിലുള്ളത് ഇതുള്ളത് നമ്മുടെ കരിയാണ്. അതേപോലെ ഇത് ആട്ടുംപുഴുക്കയുണ്ട്. അതേപോലെ ഇതാണെന്നൊരിൽ നമ്മുടെ ഗാർഡൻ സോയിലും മണലും കൂടി മിക്സ് ചെയ്ത് വന്നേക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ ഒലിച്ച് മഴയൊക്കെ പെയ്യുമ്പം വെള്ളമൊക്കെ ഒലിച്ച് വരുന്നിടത്തും നമുക്ക് ഇതുപോലെ മണലൊക്കെ മിക്സ് ചെയ്യാനുള്ള രീതി കിട്ടും. നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്താലും മതി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മണലും മണ്ണും കൂടി മിക്സ് ആയിട്ടുള്ളൊരു മിക്സർ കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബിഗോണി നടുന്ന സമയത്ത് എപ്പോഴും ചെറിയൊരു പോട്ട് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അതായത് ചെടിയുടെ സൈസ് അനുസരിച്ച് അതിനാവശ്യമായൊരു പോട്ട് മാത്രം, ഓവർ സൈസിലുള്ള പോട്ട് ഒരു കാരണവശാലും എടുക്കരുത്. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് കരിക്കട്ട ഇട്ട് കൊടുക്കുകയാണ്. കരിക്കട്ട എന്ന് പറയുന്നത് ആൻറ്റി ഫംഗലാണ്. അതേപോലെ തന്നെ നമ്മുടെ വെള്ളം ചെടി ചോട്ടി അല്ലെങ്കിൽ ചെടി പോട്ടിൽ കെട്ടിക്കിടക്കാതിരിക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ലെയർ കരിക്കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളാണെന്നൊരു ഇടാൻ പോകുന്നത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടിവളവും അതേപോലെ തന്നെ മണ്ണും കൂടി ഗാർഡൻ സോയിലൂടെ മിക്സ് ചെയ്തിരിക്കുന്ന മിക്സറും കൂടിയാണ് എടുക്കാൻ പോകുന്നത്. ഇത് രണ്ടും ഈ ഒരു പെർസെൻറ്റേജിലോ 1:1 എന്നുള്ള പെർസെൻറ്റേജിലോ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക ആദ്യം. അതേപോലെ തന്നെ നിങ്ങൾ ബിഗോണിയ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പോട്ടി മിക്സർ ഒരു കാരണവശാലും തറയ്ക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ അടിവളം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ പോട്ടിലേക്ക് വാരിയിടാവുന്നതാണ്. അപ്പോൾ നമ്മൾ പോട്ടിൽ ഒരു കാരണവശാലും ഫുള്ള് നിറയ്ക്കരുത്, ഒരു മുക്കാൽ ഭാഗം നിറയ്ക്കണം. അതിനുശേഷം നമ്മൾ ആ പോട്ടിലേക്ക് ഇതേപോലെ ചെടി സെൻട്രലിലോ സൈഡിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അലൈൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധ്യമാവുന്നതാണ്. പോട്ടി മിക്സർ തയ്യാറാക്കി നടുന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവയുടെ തണ്ട് ഈ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചോട്ടിന് ഇതുപോലെ പൊട്ടി വരുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് അത്ര തൈകൾ കളക്ട് ചെയ്ത് വെച്ച് ഇതുപോലെ നടാൻ സാധ്യമാവുന്നതാണ്. ബിഗോണി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളർത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് ഓവർ വെയിൽ വേണ്ട, അതേപോലെ തന്നെ ഷെയ്ഡിലാണ് ഇവ വളരാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെള്ളമാണെന്നൊരു അത്യാവശ്യം ആവശ്യമുണ്ട്. എന്നാൽ ഓവർ വെള്ളം കിടന്ന് ചെടിയുടെ ചുവട് അഴുക്കായി പോകരുത്. കാരണം എന്ന് വെച്ചാൽ ചെടി വളരെ സെൻസിറ്റീവാണ്. അതേപോലെ ഇതിൻ്റെ തണ്ടിൽ വെള്ളം ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമേ ചെടിയുടെ ലീഫുകൾ ഇതുപോലെ നല്ല രീതിയിൽ ഉഷാറായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ തണ്ടുകൾ ഒടിഞ്ഞു വീഴുകയും ഇത്തരം തണ്ടുകൾ നശിച്ചു പോകുന്നതായിട്ട് അല്ലെങ്കിൽ ചെടികൾ നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിലും കൂടി നിങ്ങൾ കെയർ ചെയ്യുക മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫെർട്ടിലൈസറും കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത ഫെർട്ടിലൈസർ കൊടുത്താൽ മതിയായിരിക്കും. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുക്കണമെന്നൊരിൽ വളരെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഒരല്പം മാത്രം വെള്ളം ലിക്വിഡ് ഫോർമാറ്റിൽ കൊടുത്താൽ മതിയാകും. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത എന്നാൽ പാർഷ്യലി ഷെയ്ഡും കൂടി കിട്ടുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് ഇവയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നടുന്ന ദിവസം തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഇവയെ ഒരു കാരണവശാലും സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ ഷെയ്ഡിൽ വെച്ചതിന് ശേഷം മാത്രം ഇവയെ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനിലേക്ക് മാറ്റാവൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതൊരാൾക്കും അടിപൊളിയായിട്ട് ബിഗോണിയ വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗാർഡൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.